അത് ആ കാണുന്ന മനുഷ്യനത് ഉന്തുവണ്ടി അയാൾ രാവും പകലും മഴ ആയാലും വെയിലായാലും ഒന്നും പ്രശ്നമാക്കാണ്ട് മഴ കൊണ്ട് പണി ഇപ്പോൾ നല്ല പെരുമഴ കഴിയുമ്പോൾ നല്ലോണം ചിമ്മാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അയാൾ മേലിൽ നനയാണ്ടിരിക്കില്ലല്ലോ. അത്രയും ത്യാഗം സഹിച്ചിട്ട് പണിയെടുക്കണം. അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട്. അയാൾ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ആങ്ങളെടുക്കാൻ പന്തൽ പണിക്ക് പോകുന്നതാണ്. ഓനാണെങ്കിലും വെയിലായാലും മഴ ആയാലും അത് കൊണ്ട് പണിയെടുക്കണം. അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തർ കൊണ്ടുതന്നെ വീട്ടിലേക്ക് കൊണ്ടുതന്നെ പൈസ. ഇത് ദാമധൂമാക്കാൻ ഒരുമ്പട്ടിറങ്ങിയ ഭാര്യമാരുണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ. ഒരു വിലയും കൽപ്പിക്കാത്ത മക്കളോട് നണ്ടല്ലേ തള്ളാരൊന്ന് പറഞ്ഞു കൊടുക്കുക, മോനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മോളെ എങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഉപ്പ കഷ്ടപ്പെട്ട് അത്രയും കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അച്ഛനായാലും അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതില്ലാത്തൊരു ഭാര്യമാരാണ് ഞാനൊക്കെ. ഓൽക്ക് മക്കളെക്കാട്ടി അപ്പുറമാണ് ദാമു തൂമാക്കാനും ബ്യൂട്ടി പാർലർ പോയിട്ടും ടെക്സൈസ് പോയിട്ടും വേണ്ടാത്ത നമുക്ക് രീതിയിലനുസരിച്ചുള്ള വില കുറഞ്ഞ ഡ്രസ്സൊക്കെ എടുക്കണ്ട. അതൊന്നും ഓല് ചെയ്യൂല. ഓല് മുന്തിയത് കിട്ടണം. ഈ മനുഷ്യർ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാൽ നമ്മൾ അങ്ങനെ ചെലവാക്കുന്നുള്ള ചിന്ത ഇല്ലാത്ത ഏമ്പോക്കികളാണ്. സങ്കടം വരും എനിക്ക് അയാളെ കളി കാണുമ്പോൾ. കാരണം എൻ്റെ ഷോപ്പിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ എനിക്കിത് എപ്പോഴും ഞാൻ അങ്ങനെ കാണുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയും എൻ്റെ ഫ്രണ്ടിനോട്, നോക്കണ്ടി അയാൾ വെയിൽ കൊള്ളുന്നു മഴ കൊള്ളുന്നു. അപ്പോൾ ഈ താത്തയെ ഒരുപാട് ആൾക്കാർ ലോകത്ത്, ഞാൻ പറഞ്ഞ എല്ലാവരുടെ സ്ഥിതി ഞാൻ പറഞ്ഞത്, അയാളത് മാത്രമല്ല ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നല്ല സുരക്ഷിതമായിട്ടാണ് പണിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ടൈലറാണ്. ഒരു ബിൽഡിങ്ങിനുള്ളിൽ ഷോപ്പിനുള്ളിലായിട്ട് ഞാൻ പണിയെടുക്കണം. അതിനെക്കൊണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവും.